90-കൾ കഴിഞ്ഞിട്ടൊരു 10 വർഷത്തേക്ക് സിനിമ ഒന്നുമില്ലായിരുന്നു. അതെന്താണ് കാര്യം? വേണ്ടാന്ന് വെച്ചതാണോ, അതോ ഈ രംഗത്ത് ശരിയാകത്തില്ല എന്ന് തോന്നിയിട്ടാണോ, അതോ എന്തെങ്കിലും ഒരു പ്ലേ ആണോ, ആൾക്കാർ തടസ്സം നിന്നതാണോ? സത്യം പറഞ്ഞ പ്ലേ ഒന്നുമല്ല. There was some family problems, very personal problems. അപ്പം എനിക്കത് ടി വിയിലും പത്രത്തിൻ്റെയും ജേർണലിസ്റ്റിൻ്റെയും കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാൻ എനിക്ക് പറ്റാത്തൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. താല്പര്യമില്ല. അതുതന്നെയല്ലേ എൻ്റെ പാരൻസൊന്നും എൻ്റെ കൂടെ അവിടെ ഇല്ലായിരുന്നു. ഞാൻ പർപ്പസ്ലി ഒന്ന് മാറി നിൽക്കണം. അതിനെന്താണ് എന്നിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് യാത്രയും ചില വിസകളൊക്കെ സംഘടിപ്പിച്ച് ഒന്ന് കുറച്ചാളൊന്ന് സ്ഥലമൊക്കെ വിട്ടൊന്ന് മാറിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. എവിടെയൊക്കെ പോയി? കുറേ നാള് US, പിന്നെ US എവിടെയായിരുന്നു? I was in Los Angeles, then I was in California, then I was ഏരിയ Chicago, അങ്ങനെ എനിക്ക് അതിനിടയ്ക്ക് ഒരു ഫിലിം എക്യുപ്മെന്റ്സ് യൂണിറ്റിന്റെ ഒരു ചെറിയ പരിപാടി ഉണ്ട്. അപ്പൊ ആ പേരും പറഞ്ഞ് എനിക്ക് ലൈറ്റും എന്നൊക്കെ പറഞ്ഞ് ഒന്ന് മാറാനൊരു റീസണും കിട്ടി. അത് വാങ്ങിക്കാൻ പോവാണ്. അതിന്റെ ബിസിനസ് അങ്ങനെ ഹോങ്കോങ്ങും സിംഗപ്പൂരും മലേഷ്യ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ഹോങ്കോങ്ങിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴത്തേക്ക് അവിടെ ആരെങ്കിലും ഇതൊക്കെ പാചകം ചെയ്യാനൊക്കെ എങ്ങനെയാണ്, അതോ എല്ലാം വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമോ? അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കൂടുതലും ഈ ചെറിയ ഷോർട്ട് ബൈറ്റ്സ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാലത്ത് അതെ അങ്ങനെ ഒരു ഫ്രീക്ക് ലൈഫ്. അങ്ങനെ അങ്ങോട്ട് ഒരു ഓളലോൺ. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു. അതെ. എന്താണ് ഈ തിരിച്ചു വരാൻ തോന്നിയത്? പൈസ കറക്കമെല്ലാം കഴിഞ്ഞപ്പോ പച്ചയൊക്കെ തീർന്നല്ലേ, പച്ച പഴുത്തു പോയി. നോക്കിയപ്പോ കാണാനില്ല. അതെ, നമുക്ക് ഒരു കാര്യം ഡിസൈഡ് ചെയ്യാം. കാരണം നമുക്ക് വർക്ക് ചെയ്യാം. ഇനി വരുന്ന സിനിമകളൊക്കെ എടുക്കുക, വർക്ക് ചെയ്യുക. ബാക്കി പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇന്നലെ വിസ കിട്ടിയോ? 10 കൊല്ലം. അപ്പൊ 2032 വരെ B1 B2. ഇന്നലെ വന്ന്. അപ്പൊ ഈ മദ്രാസിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ട്രിവാൻഡ്രം ആണെന്ന് പറഞ്ഞു. മദ്രാസിൽ എവിടെ ആയിരുന്നു? മദ്രാസിൽ I was near നുങ്കമ്പാക്കം. അവിടുന്ന് പെട്ടിയും കൂടും കിടക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നു. വൈഫിന് ഇവിടെ ഒരു കോളേജിൽ ജോലിയുണ്ട്. ഇവിടെ ഒരു ഫ്ലാറ്റ് ആക്കുളത്ത് നിഷിനെടുത്ത് ലിവിങ് ഹാപ്പിലി വിത്ത് മൈ കുട്ടികൾ. ചെറിയ മോളിപ്പോ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു, ജസ്റ്റ് ഫോർ 3 days. ഞാൻ ഒത്തിരി വിളിച്ചു ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിട്ട്. വരായിരുന്നല്ലോ. അതെ, ഞാൻ പറഞ്ഞു വെരി കംഫർട്ടബിൾ. എന്തായാലും അടുത്ത തവണ ഡെഫിനറ്റ് ആയിട്ട് കൊണ്ടുവരണം കേട്ടോ. കാരണം വേറെ പേരെന്താണ് മോടെ? മിഷേൽ. മലയാളികളെല്ലാം ഒന്നടങ്കം ജോസിനെ ഒരു ഗ്ലാമർ ബോയ് ആയിട്ട് വെച്ചു. ഡിഡ് യു എൻജോയ് ഇറ്റ്? ദൈവം തന്നൊരു അനുഗ്രഹം. യു ആർ റൈറ്റ്, അബ്സല്യൂട്ട്ലി. I enjoyed it till the last minute. കാരണം വേറൊന്നുമല്ല, ഒരു സിനിമയിൽ ഒരു നായക വേഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പിള്ളേരൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ഈ 90 കാലഘട്ടത്തിലൊക്കെ വെച്ചലക്കില്ലായിരുന്നു. ഇപ്പം നസീർ സാർ ഷീല, സത്യൻ ശാരദ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വയലാർ ദേവരാജൻ മാഷ്, അങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ഒരു കംഫർട്ടബിലിറ്റി ആരായിട്ടായിരുന്നു. ഞാനത് പറയുകയാണെങ്കിൽ, ഞാൻ ഫസ്റ്റ് ഫിലിം ശശിയേട്ടൻ്റെ കൂടെ ചെയ്യുമ്പോൾ സീമ ചേച്ചി ശശി ഒന്നും അന്ന് കല്യാണം കഴിച്ചിട്ട് പോലും ഇല്ല. ശശിയേട്ടൻ്റെ കൂടെ എൻ്റെ ആദ്യത്തെ ഫിലിം. എന്നിട്ട് പോലും ആ സോങ്സും അതും ഇതെല്ലാം ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡനിൽ ചെയ്യുമ്പോൾ CMI യൂസ് ടു ഹെൽപ്പ് മീ. അതിൻ്റെ ഹൈ സ്പീഡ് ക്യാമറ വെച്ചിട്ട് കുറേ സ്ലോ മോഷൻ ഷോട്ട്സ് ഒക്കെ ഉണ്ട്. അത് ഇങ്ങനെ ചെയ്യൂ എന്നിട്ട് അവർ ചെയ്ത് കാണിച്ചു തരും. ആ റെസ്പെക്ട് എനിക്ക് ഇന്നും മറക്കാൻ പറ്റുന്നില്ല. ഞാനൊരു പരിചയമില്ലാതെ നാട്ടിൽ നിന്ന് വണ്ടി കയറി ഇവിടെ മദ്രാസിൽ വന്നൊരു പുതിയ പയ്യൻ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു മൊബൈലും ഫ്രണ്ട്സും ഒന്നും അല്ലല്ലോ. ബട്ട് ഷീ യൂസ് ടു ഹെൽപ്പ് മീ. ആ ജെന്യുവൻ റെസ്പെക്റ്റും ആ സ്നേഹം സത്യം പറഞ്ഞാൽ എനിക്ക് ഇന്നും അവരോടുണ്ട്. അവരൊക്കെ എന്നെ റൂമിലൊക്കെ, നാളെ സോങ് ആണെങ്കിൽ അവർ ഇന്ന് റൂമിൽ എനിക്ക് ഇങ്ങനെ, ഷീ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഡാൻസർ. ഡെഫിനറ്റ്ലി.
ആയിരുന്നല്ലോ. ആ അപ്പൊ അതെല്ലാം നമ്മളോട് ഷെയർ ചെയ്യുമായിരുന്നു. ചില കാര്യങ്ങളും മൂവ്മെന്റ്സും അത്രയും ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്കത് ഒത്തിരി ഗുണം ചെയ്തു എൻ്റെ കാരിയറിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്പിയുടെ കൂടെ ആണെങ്കിൽ തന്നെ ആ ചന്ദ്രകുമാർ എന്നൊക്കെ പറഞ്ഞ ഡയറക്ടർ ഞാൻ എത്രയോ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പടത്തിൽ പോലും എഗ്രിമെന്റോ കോൺട്രാക്റ്റോ ചെക്കോ അഡ്വാൻസോ ഒന്നുമില്ല, ഒരെണ്ണത്തിനും ഇല്ല. നമ്മൾ പറയുന്ന ഡേറ്റിന് ചെല്ലുന്നു, അഭിനയിക്കുന്നു, ഇത്ര ദിവസമൊന്നും ചോദിക്കാറില്ല. വളരെ എന്താ പറയുക, ട്രാൻസ്പെറന്റ് ആയിരുന്നു നമ്മളോടൊക്കെ. ഇന്നലെ മിനിഞ്ഞാന്നും വരെ എന്നോട് വിളിക്കുന്നുണ്ട്, ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും. അതെ അതെ അതെ. അങ്ങനത്തെ ഒരു ബന്ധം എനിക്ക് അവരോട് ദൈവം എനിക്ക് അങ്ങനെ തന്നു. അപ്പൊ അതുകൊണ്ട് അമ്പിയുടെ ആണെങ്കിൽ കൂടെ ആണെങ്കിൽ പോലും വഴക്കോ ബഹളോ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതൊരു ഭയങ്കര ഗിഫ്റ്റ് എനിക്ക്. അല്ലെങ്കിൽ 8-10 പടം ഒരേ ശിവാജി റാവുവിൻ്റെ കൂടെയും ഉലകം നായകൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ട് എൻ്റെ കൂടെ ഈ ഒന്നും അല്ലാത്ത ഈ ചെറിയ ആ റേഞ്ചിൽ നിന്നിട്ട് അവർ എൻ്റെ കൂടെ ഏത് പടം വന്നാലും ഡേറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതിരിക്കട്ടെ, ഓപ്പൺ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആൻഡ് തുറന്നു പറയും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നമ്മൾ ഒരു ഹീറോ അല്ലെങ്കിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരനായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് പ്രേമ അഭ്യർത്ഥന വരും, വെളിയിൽ നിന്നും വരും, അകത്തുനിന്ന് വരും. അതിൽ ഈ നടിമാരാരെങ്കിലും ഒരു പ്രേമ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുണ്ടോ? എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വളരെ സന്തോഷമായിട്ട്. അല്ല, ഇതിപ്പം നാച്ചുറലി ദിസ് വാസ് ഇയേഴ്സ് ബാക്ക്. പാർട്ട് ആൻഡ് പാർസൽ ഓഫ് അല്ലേ? അതെ, ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഒരു സൈഡ് വഴി പോകും അല്ലേ? വലിയ ഫൗളും കുസ്തിയും കൊലപാതകവും നടത്തിയിട്ടില്ല. ജസ്റ്റ് വെരി കാഷ്വൽ. കമ്മിറ്റ്മെന്റ്സ് റോങ് ഇതായിട്ട് നമ്മൾ എൻകാഷ് ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും മിക്കവാറും എല്ലാവരും എവിടെയാണെങ്കിലും എനിക്കും വിളിക്കാം അവരെ, അവർക്കും എന്നെ വിളിക്കാം. കാണുന്നതിനെ ഒളിച്ചു നടക്കണ്ട, മുങ്ങി നടക്കണ്ട. ഐ ക്യാൻ ഫേസ് ദം.